നമസ്കാരം. ഓറ ലേണിംഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങൾ, പാർട്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 ഭാഗങ്ങളാണ് ഉള്ളതെന്ന്. ഈ 22 ഭാഗങ്ങളെ ഓർത്തിരിക്കുക എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കാമെങ്കിൽ നമുക്കിത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കും. അതില് ഒന്നാമത്തെ ഭാഗത്ത് കേന്ദ്രവും ഭൂപ്രദേശങ്ങളെ കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. പാർട്ട് 1 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളിലാണ് കേന്ദ്രത്തെയും ഭൂപ്രദേശത്തെ കുറിച്ചും പറയുന്നത്. അപ്പോ ഭാഗം 1 കേന്ദ്രവും ഭൂപ്രദേശങ്ങളും. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി മെൻഷൻഡ് ഇൻ ദ പാർട്ട് 1 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ യൂണിയൻ വന്നു. അവിടേക്ക് ജനങ്ങൾ വരും. ജനങ്ങൾക്ക് എന്ത് കൊടുക്കണം? അംഗത്വം നൽകണം. അംഗത്വം പറയുന്നത് ഭാഗം 2 പാർട്ട് 2 ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് അംഗത്വം പരാമർശിക്കുന്നത്. അംഗത്വം കൊടുത്തു. ഇനിയും ആ ജനങ്ങൾക്ക് ഓരോ അവകാശങ്ങളുണ്ട്, സ്വന്തമായ ഓരോ അവകാശങ്ങൾ. അവരുടെ മൗലിക അവകാശങ്ങളാണ് ഭാഗം 3 പരാമർശിക്കുന്നത്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഈ മൗലിക അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭാഗം 3 മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് മെൻഷൻഡ് ഇൻ ദ പാർട്സ് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ കൊടുക്കണം. അതാണ് ഭാഗം 4 പറയുന്നത്. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പരാമർശിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മെൻഷൻഡ് ഇൻ ദ പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ജനങ്ങൾക്ക് ഓരോ കർത്തവ്യങ്ങളുണ്ട്, മൗലികമായ കർത്തവ്യങ്ങളുണ്ട്. അടുത്തത് ഈ മൗലിക കർത്തവ്യങ്ങളാണ്. ഭാഗം 4 അമെൻഡ് ചെയ്തു. ഭാഗം 4A ആണ് ഈ മൗലിക കർത്തവ്യങ്ങൾ പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 51 അവിടെ ഭേദഗതി നടന്നു. അപ്പൊ 51ാമത്തെ ആർട്ടിക്കിൾ 51A ആയി. മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A ആർട്ടിക്കിൾ 51A. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മെൻഷൻഡ് ഇൻ ദ പാർട്ട് 4A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ജനങ്ങളെല്ലാം ആയല്ലോ. ഇനി യൂണിയൻ ഫോം ചെയ്യുന്നു, കേന്ദ്രം ഫോം ചെയ്യുന്നു. ആ കേന്ദ്രത്തെ കുറിച്ച് പറയുന്നത് ഭാഗം 5 ദ യൂണിയൻ മെൻഷൻഡ് ഇൻ പാർട്ട് 5 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. യൂണിയൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? അവിടെ സ്റ്റേറ്റ് വരും. സ്റ്റേറ്റ്. അപ്പൊ വലുതിൽ നിന്ന് ചെറുതെന്ന് ചിന്തിക്കുക. ആദ്യം കേന്ദ്രം, പിന്നെ സംസ്ഥാനങ്ങൾ. ഭാഗം 6 സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. The states mentioned in the part 6 of Indian Constitution. ഭാഗം 7 ഈ സംസ്ഥാനങ്ങളെയും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമായിരുന്നു പരാമർശിച്ചിരുന്നത്. എന്നാൽ 7ാമത്തെ അമെൻമെന്റിൽ ഈ പാർട്ട് 7 എന്നുള്ളത് എടുത്തു കളഞ്ഞു. പാർട്ട് 7 is repealed by 7th Amendment of Indian Constitution. ഓക്കെ, അപ്പോ സ്റ്റേറ്റ്സ് ആയി, സംസ്ഥാനങ്ങളായി. സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ചുറ്റിപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് പറയുന്നു ഭാഗം 8. യൂണിയൻ ടെറിട്ടറീസ് മെൻഷൻഡ് ഇൻ പാർട്ട് 8 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 8 യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചാണ് പറയുന്നത്.
ഇനിയും നമുക്ക് നമ്മുടെ ചുറ്റും ഒന്ന് നോക്കാം. ഏറ്റവും നമ്മളുടെ ലൊക്കാലിറ്റിയിൽ ഏറ്റവും അടുത്തുള്ളത് എന്താ? പഞ്ചായത്ത്. ഈ പഞ്ചായത്തുകളെ കുറിച്ചാണ് ഭാഗം 9 പറയുന്നത്. The Panchayat mentioned in Part 9 of Indian Constitution. ആ പാർട്ട് 9 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അമെൻഡ് ചെയ്ത് എയും ബിയും ആഡ് ചെയ്തു. അപ്പോ പഞ്ചായത്തിൽ നിന്നും കുറച്ചുകൂടി വികസനം നടന്നുള്ളതാണ് മുനിസിപ്പാലിറ്റികൾ. ഈ 9A മുനിസിപ്പാലിറ്റികളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. The municipalities mentioned in Part 9A of Indian Constitution. മുനിസിപ്പാലിറ്റിയിൽ നിന്നും കുറച്ചുകൂടി വികസനങ്ങളൊക്കെ നടന്ന സഹകരണ സ്ഥാപനങ്ങൾ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഈ 9B പറയുന്നത്. The cooperative societies are mentioned in the Part 9B of Indian Constitution. 10ാം ഭാഗത്ത് പട്ടികവർഗ ഗോത്രങ്ങളെയും പട്ടിക പ്രദേശങ്ങളെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. The scheduled and tribal areas mentioned in the Part 10 of Indian Constitution. ഭാഗം 11 കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കാണിക്കുന്നു. Relations between union and the state mentioned in the Part 11 of Indian Constitution. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ വന്നു കഴിയുമ്പോൾ അവിടെ ക്രയവിക്രയങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോ ഭാഗം 12 ധനകാര്യവും വസ്തു വ്യവഹാരങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 12 ധനകാര്യം വസ്തു വ്യവഹാരങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. Finance, property, contracts and suits are mentioned in the Part 12 of Indian Constitution. ഈ പാർട്ടിലാണ് സ്വത്തവകാശത്തെ, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന സ്വത്തവകാശത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്. 300A ആണ് സ്വത്തവകാശം പറയുന്ന ആർട്ടിക്കിൾ. ഭാഗം 13 ഇന്ത്യൻ അതിർത്തിക്കുള്ളിലുള്ള വ്യവഹാര കച്ചവടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ മെൻഷൻഡ് ഇൻ ദ പാർട്ട് 13 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭാഗം 14 കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങളെ കുറിച്ച് പറയുന്നു. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ ഭാഗം 14 പ്രതിപാദിക്കുന്നു. സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് മെൻഷൻഡ് ഇൻ പാർട്ട് 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. A നീതിന്യായ കോടതികളെ കുറിച്ചാണ് പറയുന്നത്. ട്രിബ്യൂണൽസ് മെൻഷൻഡ് ഇൻ പാർട്ട് 14A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നീതിന്യായ കോടതികളെ കുറിച്ചാണ് 14A എന്ന ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. 15ാമത്തെ ഭാഗത്ത് ഇലക്ഷൻ ആണ് പറയുന്നത്. ഇലക്ഷൻ മെൻഷൻഡ് ഇൻ ദ പാർട്ട് 15 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 16ാമത്തതിൽ SC, ST, OBC, ആംഗ്ലോ ഇന്ത്യൻസിന്റെ പ്രത്യേക സംഭരണങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. The special provisions relating to SC, ST, OBC, Anglo Indians mentioned in the Part 16 of Indian Constitution. 17ാം ഭാഗത്ത് ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പരാമർശിക്കുന്നു. ഒഫീഷ്യൽ ലാംഗ്വേജസ് മെൻഷൻഡ് ഇൻ പാർട്ട് 17 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അടിയന്തര സംഭരണങ്ങളാണ് പാർട്ട് 18 ഭാഗം 18
പ്രതിപാദിക്കുന്നത്. എമർജൻസി പ്രൊവിഷൻസ് ആർ മെൻഷൻഡ് ഇൻ പാർട്ട് 18 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ബഹുവിധങ്ങളായ കാര്യങ്ങളെ, പല വിധത്തിലുള്ള കാര്യങ്ങളെ പ്രതിപാദിക്കുന്നത് കുറിച്ചുള്ള ഭാഗമാണ് 19ാമത്തെ ഭാഗം. ബഹുവിധമായ കാര്യങ്ങളെ കുറിച്ചാണ് ഭാഗം 19 പറയുന്നത്. മിസ്സലേനിയസ് പോർഷൻസ് മെൻഷൻഡ് ഇൻ ദ പാർട്ട് 19 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്നു. അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻഡ് ഇൻ പാർട്ട് 20 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭേദഗതി ചെയ്യുന്ന ആർട്ടിക്കിളാണ് 368. ഭാഗം 21 താൽക്കാലിക സ്ഥിതിമാറ്റ പ്രത്യേക സംവരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആർ മെൻഷൻഡ് ഇൻ ദ പാർട്ട് 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 22 ഭാഗം 22 ഷോർട്ട് ടൈറ്റിൽ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് അതോറിറ്റേറ്റീവ് ടെസ്റ്റ് ഇൻ ഹിന്ദി, അതായത് ആധികാരിക വാചകങ്ങൾ, അസാധുവാക്കൽ, ഇതൊക്കെയാണ് ഭാഗം 22 പ്രതിപാദിക്കുന്നത്. ഇത്രയുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങൾ, പാർട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ വീഡിയോയിൽ നമ്മൾ പാർട്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഷെഡ്യൂൾസിനെ പറ്റി ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് ഓരോ ആർട്ടിക്കിൾസും ഡീറ്റെയിൽ ആയി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.